രാമേശ്വരത്തിനടുത്തുള്ള ധനുഷ്കോടിയിലെ പഴയ റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ അവശിഷ്ടങ്ങളുമാണ് ഇത്. ഒരു വലിയ ദുരന്തത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഇന്ന് ഈ പ്രദേശം ഒരു പ്രേതനഗരം എന്നാണ് അറിയപ്പെടുന്നത്. 1964 മുമ്പ് ഇന്ത്യയും ശ്രീലങ്കയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായിരുന്നു ഇത്. ചെന്നൈയിൽ നിന്ന് ബോട്ട്, മെയിൽ, ട്രെയിൻ ധനുഷ്കോടിയിൽ എത്തുന്ന യാത്രക്കാർ ഇവിടെ നിന്ന് ഫെറി ബോട്ട് വഴി ശ്രീലങ്കയിലെ തലൈമന്നാറിലേക്ക് പോകുമായിരുന്നു. 1964 ഡിസംബർ 22 ചുഴലിക്കാറ്റ്, ആ രാത്രിയിലുണ്ടായ അതിരൂക്ഷമായ ചുഴലിക്കാറ്റിലും കൂറ്റൻ തിരമാലകളിലും ധനുഷ്കോടി നഗരം പൂർണ്ണമായി തകർന്നു. പാമ്പനിൽ നിന്ന് ധനുഷ്കോടിയിലേക്ക് വരികയായിരുന്ന ട്രെയിൻ 653 നമ്പർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് വെച്ച് ഭീമാകരമായ തിരമാലകളിൽപ്പെട്ട് കടലിലേക്ക് മറിഞ്ഞു. ഡ്രൈവറും ഗാർഡും ഉൾപ്പെടെ ട്രെയിനിലുണ്ടായിരുന്ന 115-ലധികം യാത്രക്കാരും അന്ന് മരണപ്പെട്ടു. ധനുഷ്കോടി ദ്വീപിലുണ്ടായിരുന്ന 8000-ഓളം ആളുകളും ആ രാത്രിയിൽ ജീവനറ്റതായി കണക്കാക്കപ്പെടുന്നു. ചുഴലിക്കാറ്റിന് മുമ്പ് വിദ്യാലയങ്ങളും ആശുപത്രികളും കസ്റ്റംസ് ഓഫീസും പോസ്റ്റ് ഓഫീസും റെയിൽവേ ക്വാർട്ടേഴ്സുകളും ഒക്കെ സമ്പന്നമായ ഒരു തീരദേശമായിരുന്നു ഇവിടം. ധനുഷ്കോടി ദുരന്തയാത്രയിൽ 20 അടിയോളം ഉയരത്തിൽ അടിച്ചുകയറിയ കൂറ്റൻ തിരമാലകൾ മണിക്കൂറുകൾക്കുള്ളിൽ ഈ നഗരം ഒരു പ്രേതാലയമാക്കി മാറ്റി.